ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ കേരള പാഠാവലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് 2-3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കേരള പാഠാവലിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ അധികവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അതേപോലെ തന്നെ 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി 4 ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് 8 ക്രിസ്മസ് എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. 4 മാർക്കിൻ്റെ സെഷനാണ് ആദ്യം. ഓരോ മാർക്കിൻ്റെ 4 ചോദ്യങ്ങൾ, പിന്നെ 2 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ, 4 മാർക്കിൻ്റെ 5 ചോദ്യങ്ങൾ, 6 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ. ഇങ്ങനെയാണ് നമുക്ക് 40 മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. 1.5 മണിക്കൂറാണ് സമയം. കൂൾ ഓഫ് ടൈം 15 മിനിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തി റൗണ്ട് ചെയ്ത് വെക്കുക. ഉത്തരങ്ങൾ ഓർമ്മിച്ച് വെക്കുക. നോക്കുക, ഈ ഒരു കൂൾ ഓഫ് ടൈം സമയം നിങ്ങൾ അതിനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഉള്ളലിനോദിനാൻ എൻ ചോറുമ കഞ്ഞിവെള്ളത്തിലിട്ടു വിളമ്പിക്കോളൂ വരികളിൽ പ്രകടമാകുന്നത്. അപ്പോൾ ഉള്ളലിന്, മനസ്സ് അലിന്, ഓദിനാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? എൻ്റെ ചോറ് ആ കഞ്ഞിവെള്ളത്തിലിട്ട് വിളമ്പിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വരികളിൽ പ്രകടമാകുന്ന കാപട്യം, കോപം, അനുകമ്പ, അസൂയ. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം അനുകമ്പയാണ്. ഇനി അടുത്തത് മാതൃക പോലെ എഴുതുക. നദീജലം, നദിയിലെ ജലം. അശാന്ത നഗരം, നമുക്ക് എങ്ങനെ എഴുതാം? അശാന്തമായ നഗരം. ഇനി നമുക്ക് അടുത്ത അമ്മമ്മ എന്ന കഥാപാത്രത്തിന് യോജിക്കാത്ത വിശേഷണം. പിന്നിക്കീറിയ പേഴ്സ്, കരച്ചിൽ, വടുകെട്ടിയ മുഖം, പുഞ്ചിരിക്കുന്ന മുഖം, വെപ്രാളപ്പെട്ട നടത്തം. അപ്പോൾ അതിൽ 3ാമത്തെ ഓപ്ഷനാണ് ശരി. ഇതാണ് അമ്മമ്മയ്ക്ക് യോജിക്കാത്ത വിശേഷണം, പുഞ്ചിരിക്കുന്ന മുഖം. ഇനി ശരിയായി പിരിച്ചെഴുതിയത് ഏത്? കളിയരങ്ങ്, കളി പ്ലസ് അരങ്ങ്, അത് ശരിയാണ്. അതേപോലെ കഥ ആടുമ്പോൾ, അത് തെറ്റാണ്. കഥ പ്ലസ് ആടുമ്പോൾ ആണ് ശരിയായ ഉത്തരം. കളിപ്പെട്ടി, കളി, ഈ പെട്ടിക്ക് 2 പ വേണ്ട, 1 പ മതി. അണിയറ, അണി പ്ലസ് അറ. അപ്പോൾ ശരിയായി പിരിച്ചെഴുതിയത് ഏതാണ്? കളിയരങ്ങാണ്. നമുക്ക് 1 മാർക്കിൻ്റെ വേറെ ചോദ്യങ്ങൾ കൂടി നോക്കാം. ഹാ തത്ര ഭവൽ പാദമൊരിക്കൽ ദർശിച്ചെന്നാൽ കാതരധി ധീരൻ, കർക്കശൻ, കൃപാവശൻ. ഇവിടെ കാതരൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? അലസൻ, ധീരൻ, അധീരൻ. അപ്പോൾ കാതരൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? അധീരനാണ്. എന്താണ് കാതരൻ എന്ന പദത്തിൻ്റെ അർത്ഥം? അധീരൻ. പ്രകൃത്യമ്പ എന്ന പദം വിഗ്രഹിക്കുമ്പോൾ പ്രകൃതി എന്ന അമ്പ, പ്രകൃതിയും അമ്പയും, പ്രകൃതി ആകുന്ന അമ്പ, പ്രകൃതിയോടൊപ്പമുള്ള അമ്പ. അപ്പോൾ ഇത് ശരിയായ ഉത്തരം എന്താണ്? പ്രകൃതിയാകുന്ന അമ്പ. ഓക്കെ. ഇനി അടുത്തത് പപ്പടവട്ടത്തിലായിരുന്നു. പാഠഭാഗത്ത് ഈ പ്രയോഗം ഏതർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്? വലിയ പപ്പടമായിരുന്നു, പപ്പടം വട്ടത്തിലായിരുന്നു, ഒന്നുമില്ല എന്ന അവസ്ഥയായിരുന്നു, ഒന്നുമില്ല എന്നതല്ല അവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇത് ശരിയായ ഉത്തരം ഒന്നുമില്ല എന്ന അവസ്ഥയായിരുന്നു. ഇനി മാതൃക പോലെ പിരിച്ചെഴുതുക. ചുള്ളിക്കമ്പ്, ചുള്ളി പ്ലസ് കമ്പ്. മയിൽപ്പീലി, നമുക്ക് എങ്ങനെ? മയിൽ പ്ലസ് പീലി. അതിൽ മയിൽ, പീലി, 1 പ മതി. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അന്നൊക്കെ നാട്ടിൽ ഭൂരിജനങ്ങൾക്കും അന്നം ഒരു സ്വപ്നമായിരുന്നു. ഈ വരികളിൽ തെളിയുന്നത് എന്ത്? ഇവിടെ എന്താ പറഞ്ഞത്? അന്നൊക്കെ എൻ്റെ നാട്ടിൽ ഭൂരിജനങ്ങൾക്കും അന്നം എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഒരു സ്വപ്നമായിരുന്നു. അതിൽ നിന്ന് മനസ്സിലാവുന്ന എന്താ? സമൃദ്ധിയാണോ? അല്ല, ദാരിദ്ര്യമാണ്. ഓക്കെ. അപ്പോൾ ഇതിയുടെ ശരിയായ ഉത്തരം എന്താണ്? ദാരിദ്ര്യം. ഓക്കെ. ഇനി നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നോക്കാം. താവക പൂഞ്ചോലതൻ സൗവർണ രുചിയിലല്ലോ താവഴിക്കൊന്നും കണ്ടീല ഹന്ത ദൗർഭാഗ്യമേ. കാവ്യഭാഗത്ത് തെളിയുന്ന 2 സൂചനകൾ എഴുതുക. താവക പൂഞ്ചോലതൻ സൗവർണ രുചിയല്ലോ താവഴിക്കൊന്നും കണ്ടീല ഹന്ത ദൗർഭാഗ്യമേ. അപ്പോൾ എന്താണ് ഇതിലെ ഉത്തരം? സന്ധ്യയുടെ നിറപ്പകിട്ടിൽ പ്രകൃതിയുടെ സാന്നിധ്യം കവി അറിയുന്നു. എന്നാൽ പ്രകൃതിയാകുന്ന മാതാവിനെ അതിൻ്റെ പൂർണ്ണതയെ കാണാൻ കഴിയാത്തതിലുള്ള കവിയുടെ ദുഃഖവും ഈ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തത് പൊട്ടലും ചീറ്റലുമായി ഞാൻ വീടിൻ്റെ പിൻപുറത്തേക്കൊന്ന് പാളി നോക്കി. വേദം. പൊട്ടലും ചീറ്റലും എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം വ്യക്തമാക്കുക. ഇഷ്ടപ്പെട്ട കറിയൊന്നുമില്ലാതെ ചോറ് കഴിക്കാൻ കൊടുത്തതിലുള്ള ദേഷ്യവും സങ്കടവും ഒക്കെയാണ് പൊട്ടലും ചീറ്റലും എന്ന പ്രയോഗത്തിലുള്ളത്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഈ 3ൻ്റെ പുളകമണിഞ്ഞ പൂർണ്ണചന്ദ്രപ്രഭയെന്ന് പി. കുഞ്ഞിരാമൻ നായർ വിശേഷിപ്പിച്ചതാരെ? ഏതെല്ലാമാണ് ഈ 3? ഓക്കെ. പി. കുഞ്ഞിരാമൻ നായർ കവിത അവതരിപ്പിക്കാനായി
സ്റ്റേജിലെത്തിയപ്പോൾ വള്ളത്തോളിൻ്റെ കാലത്ത് സാഷ്ടാംഗം നമസ്കരിച്ചു. കേരളത്തിൻ്റെ സംസ്കാരം, സൗഭാഗ്യം, സന്ദേശം, ഈ മൂന്നിനെയും പ്രതീകമായ വള്ളത്തോളാണ് പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിച്ചിരുന്നു എന്ന് പറയുന്നത്. ഇനി നമുക്ക് 4 മാർക്കിൻ്റെ 5 ചോദ്യങ്ങളാണുള്ളത്. മകൻ്റെ നടപ്പാതകൾ അമ്മ അറിയുന്നു. അമ്മയുടെ വാത്സല്യമാണ് അവൻ്റെ ചുവടുകൾക്ക് പ്രകാശമാകുന്നത്. ധനസമ്പാദനമോ സ്വകാര്യമായ ഉയർച്ചയോ അല്ല. രാഷ്ട്രത്തിന് വേണ്ടി എന്തു നൽകാനാകുമെന്ന ചിന്തയെ മാത്രമേ ഉണ്ണിയിൽ ഉണ്ടാകാവൂ. നല്ല സമൂഹത്തെ സൃഷ്ടിക്കുന്നതിൽ അമ്മമാരുടെ മനോഭാവം പ്രധാനപ്പെട്ടതാണ്. മുകളിൽ കൊടുത്ത സന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ. വൈദവ്യത്തിൽ തളരാതെ മകന് വേണ്ടി ജീവിച്ച അമ്മയാണ് ഭൂമിയുടെ സ്വപ്നം എന്ന പാഠഭാഗത്തുള്ളത്. അപ്പോൾ ഭൂമിയുടെ സ്വപ്നം എന്ന പാഠഭാഗത്തുള്ള അമ്മ എന്താണ്? ആ ഭർത്താവ് മരിച്ചുപോയി, എന്നിരുന്നാലും സ്വന്തം മകന് വേണ്ടി ജീവിച്ച ഒരമ്മയാണ്. അപ്പോൾ വൈദവ്യത്തിൽ തളരാതെ മകനു വേണ്ടി ജീവിച്ച അമ്മയാണ് ഭൂമിയുടെ സ്വപ്നം എന്ന പാഠഭാഗത്തുള്ളത്. മകൻ തൻ്റെ ഒപ്പം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അത് സ്വാർത്ഥതയാണെന്ന് അമ്മ തിരിച്ചറിയുന്നു. അപ്പം ഭർത്താവ് കൂടെയില്ല, എന്നാൽ മകനെങ്കിലും തൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് ഒരു അമ്മ തീർച്ചയായും വിചാരിക്കും. പക്ഷേ അത് തൻ്റെ സ്വാർത്ഥതയാണെന്ന് അമ്മ തിരിച്ചറിയുന്നു. ഒരിക്കലും മകൻ്റെ മാർഗത്തിന് വിഘാതം സൃഷ്ടിക്കാതെ അമ്മ അവനെ രാജ്യസേവനത്തിനായി വിട്ടുകൊടുക്കുകയാണ്. അപ്പം മകന് ഇഷ്ടം എന്താണോ അതിനാണ് അമ്മ മുൻഗണന നൽകുന്നത്. അപ്പോൾ ആ മകൻ്റെ മാർഗത്തിന് ഒരു വിഘാതം എന്ന് പറഞ്ഞാൽ ഒരു തടസ്സവും സൃഷ്ടിക്കാതെ അമ്മ തൻ്റെ രാജ്യസേവനത്തിന് വേണ്ടി അവനെ രാജ്യസേവനത്തിനായി വിട്ടുകൊടുക്കുകയാണ്. മകൻ്റെ വ്യക്തിത്വം വളർന്ന് വികസിക്കാൻ എല്ലാ പിന്തുണയും ആ അമ്മ നൽകുന്നു. ധനസമ്പാദനമോ സ്വകാര്യമായ ഉയർച്ചയോ അല്ല. രാഷ്ട്രത്തിന് വേണ്ടി എന്തു നൽകാനാവുമെന്ന ചിന്ത മാത്രമേ ഉണ്ടാകാവൂ എന്ന് അവർ മകനെ പഠിപ്പിക്കുന്നു. സ്വന്തം നാടിൻ്റെ സംസ്കാരത്തോടും മമതയും അഭിമാനവും അവർ മകനിൽ വളർത്തി. അമ്മയുടെ വാത്സല്യവും കരുതലും മകൻ്റെ നടപ്പാതകൾക്ക് വെളിച്ചമായി. പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞതൊക്കെ നേരിട്ട് കാണാനും അറിവുകൾക്കപ്പുറത്തുള്ള യഥാർത്ഥ ജ്ഞാനം സ്വന്തമാക്കാനും അമ്മ മകനെ ഉപദേശിക്കുന്നു. അമ്മയുടെ വാക്കുകളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് മകൻ വളർന്നു. ജീവിത ബന്ധത്തിന് പൊട്ടാത്ത ചരട് അമ്മയായിരുന്നു. അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ചോദ്യം മനസ്സിലായല്ലോ. മകൻ്റെ നടപ്പാതകൾ അമ്മ അറിയുന്നു, അതായത് മകൻ്റെ സ്വപ്നങ്ങൾക്ക് അമ്മ കൂട്ടുനിൽക്കുകയാണ്. അമ്മയുടെ വാത്സല്യമാണ് അവൻ്റെ ചുവടുകൾക്ക് പ്രകാശമാകുന്നത്. അപ്പോൾ അച്ഛൻ നഷ്ടപ്പെട്ടു, അപ്പോൾ മകൻ കൂടെ നിൽക്കണം എന്ന് കരുതാതെ എന്ന സ്വാർത്ഥ ചിന്തത ഇല്ലാതെ രാഷ്ട്രസേവനത്തിനായി മകനെ വിട്ടുകൊടുക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ശ്വാസമില്ല കീർത്തിമുദ്ര ആശാൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നേക്കുമായി. കഥാഭാഗം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ആശാൻ തൻ്റെ 13ാമത്തെ വയസ്സിൽ കച്ച കെട്ടി തുടങ്ങിയതാണ്. കളിയരങ്ങിലൂടെ പല കഷ്ടപ്പാടുകളും സഹിച്ചിട്ടുണ്ട്. അനുസരണയും അച്ചടക്കവുമുള്ള ഈ കലാകാരന് ധാരാളം ശിഷ്യന്മാരുണ്ട്. ആശാന് ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം ശ്രീകൃഷ്ണൻ്റേതായിരുന്നു. ആ വേഷം കണ്ട് എല്ലാവരും പ്രശംസിച്ചിരുന്നു. ആശാൻ്റെ 3/4 നൂറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന സേവനങ്ങളെ പുരസ്കരിച്ച് കീർത്തിമുദ്ര നൽകാൻ തീരുമാനിച്ചു. എന്നാൽ ശ്രീകൃഷ്ണന് പകരം യവനൻ്റെ വേഷമായിരുന്നു ആശാൻ കളിച്ചത്. ആ വേഷവും ആശാൻ ഭംഗിയായി അവതരിപ്പിച്ചു. അവസാനത്തെ അഭിനയ ദിവസം ആശാൻ അരങ്ങത്ത് കുഴഞ്ഞു വീണു മരിക്കുന്നു. അതുകൊണ്ട് ആശാന് കീർത്തിമുദ്ര നൽകുവാൻ സംഘാടകർക്ക് കഴിഞ്ഞില്ല. അതിനു മുമ്പ് ആശാൻ എന്നേക്കുമായി കീർത്തിമുദ്ര നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എത്ര നാൾ അമ്മേ നിന്നെ തിരഞ്ഞും കൊണ്ട് വിധം ഹൃത്തടം കരിഞ്ഞു ഞാൻ കേണുകേണലയേണ്ടു. കവിതയോട് കവി ഇപ്രകാരം നിരാശനായി വിലപിക്കുന്നത് എന്തുകൊണ്ടാവാം? തന്നിരിക്കുന്ന വരികളും കവിതയും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇതിൽ ചോദ്യത്തിൽ തന്നെ എത്ര നാൾ അമ്മേ നിന്നെ തിരഞ്ഞുകൊണ്ട് എൻ്റെ ഹൃത്തടം കരിഞ്ഞു, അതായത് അമ്മയെ നിന്നെ തിരഞ്ഞ് അന്വേഷിച്ച് എൻ്റെ ഹൃദയം കരിഞ്ഞു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് വിശകലനം ചെയ്യാനാണ്. പ്രകൃതി മാതാവിനെ പൂർണ്ണ രൂപത്തിൽ കാണാൻ ആഗ്രഹിക്കുകയാണ് കവി. പ്രകൃതിയാവുന്ന അമ്മയെ പൂർണ്ണ രൂപത്തിൽ കാണാനാണ്
കവി ആഗ്രഹിക്കുന്നത്. അതിനായി പ്രകൃതി മാതാവിനെ അന്വേഷിച്ച് ഏറെ നാളായി കവി അലയുന്നു. പ്രഭാതത്തിൽ പ്രകൃതി മാതാവിൻ്റെ പുഞ്ചിരിയുടെ ശോഭയും സന്ധ്യാസമയത്ത് അമ്മയുടെ മനോഹരമായ വസ്ത്രത്തിൻ്റെ സുവർണ ഭംഗിയും കവി കാണുന്നു. അപ്പം പ്രഭാതത്തിൽ എന്താണ് കാണുന്നത്? പ്രകൃതി മാതാവിൻ്റെ പുഞ്ചിരിയുടെ ശോഭയും, സന്ധ്യാസമയത്ത് എന്താണ്? അമ്മയുടെ മനോഹരമായ വസ്ത്രത്തിൻ്റെ സുവർണ ഭംഗി. സന്ധ്യാസമയം എന്ന് പറയുമ്പോൾ ഒരു സ്വർണ്ണ ശോഭയാണല്ലോ. അപ്പോൾ സ്വർണ്ണ ഭംഗിയാണ് കവി കാണുന്നത്. അതുപോലെ അമ്മയെ അന്വേഷിച്ച് നടക്കുന്ന കവി അമ്മയുടെ മഴവില്ലാകുന്ന മാണിക്യമാലയും പൊന്മിന്നലാകുന്ന അരഞ്ഞാണവും കാണുന്നു. അപ്പോൾ കവി അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ മഴവില്ലാകുന്ന മാണിക്യമാല, പൊന്മിന്നലാകുന്ന അരഞ്ഞാണം. പ്രഭാതത്തിലെ കുയിലിൻ്റെ ഗാനങ്ങളിൽ തേനിൻ്റെ മാധുര്യമുള്ള താരാട്ടിൻ്റെ സംഗീതമാണ് കവി കേൾക്കുന്നത്. പൂഞ്ചോലകളുടെ ഓളങ്ങളിൽ അമ്മയുടെ കരഘോഷം മറ്റൊലി കൊള്ളുന്നതും കവി അറിയുന്നു. ഇങ്ങനെ അമ്മയുടെ സാന്നിധ്യം പല രൂപത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിലും അമ്മയെ കാണാൻ കഴിയാത്തതിലുള്ള സങ്കടം കൊണ്ടാണ് കവി വിലപിക്കുന്നത്. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വേഷം വരാറായി. കൃഷ്ണനും യവനും തമ്മിൽ ഏറ്റുമുട്ടുന്ന രംഗമാണ്. ആശാൻ്റെ യവനാണ് അരങ്ങൊഴിയുന്നതിന് മുമ്പായുള്ള അവസാനത്തെ വേഷം. അതുകൊണ്ട് അരങ്ങ് തകർക്കുന്ന കളിയാവും. ആശാൻ്റെ കഥാപാത്രങ്ങളിൽ കാണികൾ ഇത്രയേറെ പ്രതീക്ഷ പുലർത്തുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? വിശദമാക്കുക. കീർത്തിമുദ്ര എന്ന കഥയിലെ ആശാൻ കളിയോഗത്തിനോട് വിടവാങ്ങുന്ന അവസാനത്തെ അരങ്ങേറ്റമാണ് നടക്കുന്നത്. യവനൻ്റെ വേഷമാണ് വേദിയിൽ ആടുന്നത്. അരങ്ങൊഴുന്നതിന് മുമ്പുള്ള ആ കളി കാണാൻ ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. 3/4 നൂറ്റാണ്ടുകാലം ജീവിത കലയ്ക്ക് വേണ്ടി സമർപ്പിച്ച ആശാന് കാണികളുടെ മനം കവർന്ന വേഷം കെട്ടി ആടുന്നത്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ആ വേഷം അവതരിപ്പിക്കുന്നത്. അരങ്ങു തകർക്കുന്ന കളിയാകും എന്ന് കാണികൾ പ്രതീക്ഷിക്കുന്നതും. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പ്രതിസന്ധികൾ മനുഷ്യരെ ഒന്നിപ്പിക്കുകയും മാനവിക മൂല്യങ്ങൾ വളർത്തുകയും ചെയ്യുന്നു. മാനവികതയുടെ തീർത്ഥം എന്ന പാഠം വിശകലനം ചെയ്ത് പ്രസ്താവനയോട് പ്രതികരിക്കുക. മാനവികതയുടെ തീർത്ഥം എന്ന ശീർഷകം ഈ ലേഖനത്തിന് തികച്ചും അനുയോജ്യമാണ്. കാരണം പ്രളയജലത്തെയാണ് വൈശാഖൻ തീർത്ഥം എന്ന് വിശേഷിപ്പിച്ചത്. പവിത്രവും ആരാധനയ്ക്ക് ശേഷം ലഭിക്കുന്നതുമായ പുണ്യജലമാണ് തീർത്ഥം. പ്രളയജലം എങ്ങനെ തീർത്ഥമാകും? പ്രളയം വന്നതോടുകൂടി ഇവിടുത്തെ ഉച്ച നീചത്വങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ ജാതി വൈരാഗ്യങ്ങൾ മറന്നു, ഉച്ചനീചത്വങ്ങൾ മറന്നു. എല്ലാവരും സമന്മാരായി, സമത്വമുള്ളവരായി. ഇന്നലെ വരെ ധനാഢ്യരായിരുന്നവർ ഇന്ന് ദരിദ്രരായി, ദരിദ്രരും അങ്ങനെ തന്നെ. അവർക്കിടയിൽ സാമ്പത്തിക അസമത്വം ഇല്ലാതായി, രാഷ്ട്രീയ വൈരാഗ്യവും മറന്നു. എല്ലാവരെയും പ്രളയജലം മനുഷ്യരാക്കി മാറ്റി. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒന്നായി സ്നേഹിക്കുന്ന മനുഷ്യർ. അതുകൊണ്ടാണ് പ്രളയജലത്തെ മാനവികതയുടെ തീർത്ഥം എന്ന് വിളിച്ചത്. മാർക്കിൻ്റെ 2 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. നമുക്ക് നോക്കാം. അഹിംസ ഭീരുവിൻ്റെ ആയുധമല്ല, ധീരൻ്റെതാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ഗാന്ധിജിയുടെ ഈ സന്ദേശങ്ങളും എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിലെ ആശയങ്ങളും ഉൾപ്പെടുത്തി ഗാന്ധിയൻ ആദർശങ്ങളുടെ ഇന്നത്തെ പ്രസക്തി എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ പ്രസംഗം പ്രിയ ശ്രോതാക്കളെ അല്ലെങ്കിൽ മാന്യ സദസ്സിന് വന്ദനം എന്തെങ്കിലും അഭിസംബോധന നമ്മൾ ചെയ്യണം. വിശ്വമാനവികതയും മഹത്തായ ജീവിത ദർശനങ്ങളും ഉണ്ടായിരുന്ന മഹത് വ്യക്തിയായിരുന്നു ഗാന്ധിജി. ലോകത്തിന് എന്ത് സന്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത് എന്ന ചോദ്യത്തിന് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അനീതികൾക്കും അക്രമത്തിനുമെതിരെ പടപൊരുതാൻ അഹിംസയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയുധം. കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും അതിർവരമ്പുകളില്ലാതെ, വർണ്ണവ്യത്യാസങ്ങളില്ലാതെ എല്ലാ മനുഷ്യർക്കും സ്വീകാര്യമായ ജീവിത രീതി എന്തായിരിക്കണമെന്ന് അദ്ദേഹം നമുക്ക് വ്യക്തമാക്കി തന്നു. വസുദൈവ കുടുംബകം എന്ന ആർഷഭാരത ദർശനം ഉൾക്കൊണ്ട് ആ കർമ്മയോഗി നിന്ദയെയും സ്തുതിയെയും ഒരുപോലെ സ്വീകരിച്ചു. ഗാന്ധി ജയന്തിയായ ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത് ഗാന്ധിജി മത്സരവും ചൂഷണവും അധാർമികതയും ഇരുട്ട് നിറയ്ക്കുന്ന ഇക്കാലത്ത് ഗാന്ധിയൻ ദർശനങ്ങൾ മാത്രമാണ് വെളിച്ചം പകരാനുള്ള ദീപം. ഗാന്ധിജിയുടെ അഹിംസാ മന്ത്രങ്ങൾക്ക് മാത്രമേ വർഗീയ കലാപങ്ങളിൽ നിന്നും യുദ്ധങ്ങളിൽ നിന്നും ലോകത്തെ രക്ഷിക്കാനാവൂ. അധർമ്മങ്ങൾക്കും അക്രമങ്ങളും നിറഞ്ഞ ആധുനിക ലോകത്തിന് ഗാന്ധിജിയുടെ വാക്കുകളും ജീവിതവും വഴികാട്ടിയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ഇനി നമുക്ക് അടുത്തൊരു 6 മാർക്കിൻ്റെ ചോദ്യം നോക്കാം. ഉണ്ണാം വ്രതവുമായി അന്യരെയൂട്ടുന്ന ഒരു ഉമ്മതൻ യജ്ഞം കണ്ടു നിൽക്കെ നീറുമെന്നുള്ളം കുറുകി. പഴയരി ചോറെനിക്കുണ്ടല്ലോ വേണ്ടുവോളം പഞ്ഞക്കെടുതിയിൽ നീറുവോർ വറ്റില്ല കഞ്ഞിക്കിരന്നു വലഞ്ഞിടുമ്പോൾ പിന്നെ ഞാൻ വൈകിയില്ലെന്നുടെ ചോറുമായുമ്മതൻ പിന്നിൽ പതുങ്ങിയെത്തി ഉള്ളലിഞ്ഞോതിനേൻ എൻ ചോറുമാ കഞ്ഞിവെള്ളത്തിലിട്ട് വിളമ്പിക്കോളൂ. വേദം യൂസഫലി കേച്ചേരി. ഈ കവിതാഭാഗത്തിൻ്റെ ആശയം, കാലിക പ്രസക്തി, പ്രയോഗഭംഗി എന്നിവ പരിഗണിച്ച് ആസ്വാദനം തയ്യാറാക്കുക. സ്വന്തം വിശപ്പ് മറന്ന് പാവങ്ങൾക്ക് കഞ്ഞി വിളമ്പുന്ന ഒരു ഉമ്മയെക്കുറിച്ചാണ് യൂസഫലി കേച്ചേരിയുടെ വേദം എന്ന കവിത. ഊണിന് കറി പോരെന്ന് പറഞ്ഞ് പിണങ്ങിയിരിക്കുന്ന കുട്ടിയിൽ നിന്നാണ് വേദം എന്ന കവിത ആരംഭിക്കുന്നത്. ചുവന്നുള്ളി കൊണ്ടുള്ള ഒരു ചമ്മന്തിയാണ് ഉമ്മ അവന് കൊടുത്ത ചോറിൽ കറിയായിട്ടുണ്ടായിരുന്നത്. ഉപ്പേരിയും കറിയും മീനും ഒന്നുമില്ല എന്ന് പറഞ്ഞ് കുട്ടി പിണങ്ങിയിരിക്കുകയാണ്. ഓൺമേശയിൽ നിന്നെഴുന്നേറ്റ് പിന്നാമ്പുറത്തേക്ക് ചെന്ന അവൻ കണ്ടത് കുറേ പട്ടിണി പാവങ്ങൾ ഇത്തിരി കഞ്ഞിക്ക് വേണ്ടി തിക്കും തിരക്കും കൂട്ടുന്നതാണ്. ഊണുപോലും കഴിക്കാതെ അവൻ്റെ ഉമ്മ അവർക്ക് കഞ്ഞി വിളമ്പുന്നു. ഈ കാഴ്ച അവനിൽ കുറ്റബോധം നിറച്ചു. ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.